കെ.ആർ. ഗോപികൃഷ്ണനിലേക്ക് പോകാം. ഗോപികൃഷ്ണൻ ഇന്ദിരാഭവനിലാണുള്ളത്. ഗോപി, പ്രധാനപ്പെട്ട ചർച്ചകൾ അല്പം മുൻപ് അവിടെ പൂർത്തിയായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങൾ അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ അവസാന മണിക്കൂറുകളിൽ മുൻപ് തീരുമാനിച്ച പേരുകളിൽ ചില മാറ്റങ്ങൾ വരുന്നു എന്നതറിയുന്നു. അതിൽ തിരുവഞ്ചൂർ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളുടെ കാര്യവുമുണ്ട്. എന്താണ് ഏറ്റവും അവസാനത്തെ ചിത്രം ഗോപി? അത് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ടോ നമുക്ക്? അസിത, അവസാന ചിത്രം വ്യക്തമാകാനുള്ള സമയം ഇനിയും ആയിട്ടില്ല. ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പം മുൻപാണ് KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ നിന്ന് പുറത്തേക്ക് പോയത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, പട്ടികയെല്ലാം പൂർത്തിയായി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിക്കുക മാത്രമാണ് ചെയ്തത്. കാര്യമായി അദ്ദേഹം അതിനൊരു മറുപടി നൽകിയതുമില്ല. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാര്യങ്ങളുടെ സംഘടനാ ചുമതല വഹിക്കുന്ന കേരളത്തിലെ ദീപാദാസ് മുൻഷി ACC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ യോഗമായിരുന്നു ഇവിടെ നടന്നിരുന്നത്. നേരത്തെ നമ്മൾക്ക് ഒരു പട്ടിക സംബന്ധിച്ച് ഏകദേശ ധാരണയുണ്ടായിരുന്നു. 21-അംഗ സതീശന്റെ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരാണ് കോൺഗ്രസിലുള്ളത്. ഇത് ആരൊക്കെയാണ്? മുതിർന്ന അംഗങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ചില നീക്കുപോക്കുകൾ വീണ്ടും ആവശ്യമായി വന്നിരിക്കുന്നു. പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തല തനിക്ക് അടുപ്പമുള്ള രണ്ടുപേരെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നാക്കം പോയിട്ടില്ല. അപ്പോൾ ഈ കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, വകുപ്പുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന ധാരണയനുസരിച്ച് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വകുപ്പിൽ അദ്ദേഹം ധനവകുപ്പ് കൂടി ഏറ്റെടുക്കുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരവും വിജിലൻസും കിട്ടുന്നു. AP അനിൽകുമാർ കൈകാര്യം ചെയ്ത വകുപ്പ് ടൂറിസം ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സണ്ണി ജോസഫിന് ലഭിക്കാൻ പോകുന്നത് റവന്യൂ വകുപ്പാണ്. അതുപോലെ തന്നെ CP ജോൺ, ഘടകകക്ഷിയിൽ നിന്ന് വരുന്ന CP ജോണിന് ഗതാഗതവും ബിന്ദു കൃഷ്ണയ്ക്ക് സാമൂഹ്യക്ഷേമ വകുപ്പും നൽകും എന്നൊക്കെയുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം ആരൊക്കെയാണ് ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടാൻ പോകുന്നത്, കോൺഗ്രസ് മന്ത്രിമാർ ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ പട്ടികയായിട്ടില്ല. ദീപാദാസ് മുൻഷി, അതോടൊപ്പം UDF കൺവീനർ അടൂർ പ്രകാശ്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, വി ഡി സതീശൻ, ഇങ്ങനെ 4 പേർ ചേർന്ന ചർച്ച രാവിലെ 10:30 തുടങ്ങിയതാണ്. ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പം മുൻപ് ഇവിടെ നിന്ന് പോയത്. അപ്പോഴും പട്ടിക പൂർത്തിയായോ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഏതാനും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമെന്ന് നമ്മൾ കരുതുന്ന MLA മാർ ഇവിടെ ഉണ്ടായിരുന്നു, ഇന്ദിരാഭവനിൽ ഉണ്ടായിരുന്നു. അല്പം മുൻപ് അവർ മടങ്ങിപ്പോവുകയും ചെയ്തു. അക്കൂട്ടത്തിൽ IC ബാലകൃഷ്ണനും T സിദ്ദിഖും നേരത്തെ വന്ന് ഇവിടുന്ന് പോയി. M വിൻസെന്റ് ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം മടങ്ങി. PC വിശ്വനാഥ് ഇപ്പോഴും ഇന്ദിരാഭവനിൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അസിത, ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നത് അവസാന ഘട്ടത്തിൽ ആരൊക്കെയാണ് ഈ പട്ടികയിൽ ഇടം പിടിക്കേണ്ടത് എന്നത് ചൊല്ലിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, KC വേണുഗോപാൽ പക്ഷത്തു നിന്നും രമേശ് ചെന്നിത്തലയുടെ പക്ഷത്തു നിന്നുമൊക്കെ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്ന MLA മാർ ആരൊക്കെ മന്ത്രിമാരാകണം എന്ന കാര്യത്തിൽ അവർക്ക് ചില അഭിപ്രായങ്ങളുണ്ട്. അത് പൂർണ്ണമായി പരിഗണിച്ചുകൊണ്ടും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടുമായിരിക്കുമോ ഈ പട്ടിക പുറത്തുവരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നു. ഈ മണിക്കൂറിലും അവസാന തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്തതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ RC KC ക്യാമ്പുകളുടെ അവകാശവാദം തന്നെയാണെന്ന് തോന്നുന്നു. അല്പം മുമ്പ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കാണുമ്പോഴും അദ്ദേഹത്തിന് ലഭിച്ച ആഭ്യന്തരമന്ത്രി പദത്തിൽ ഓക്കെ, പക്ഷേ അതിനപ്പുറം ക്യാമ്പ് മുന്നോട്ട് വെച്ച മറ്റു പേരുകളിൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ട് എന്ന നിലയിലുള്ള പ്രതികരണമാണ് രമേശ് ചെന്നിത്തലയിൽ നിന്ന് വരുന്നത്. അപ്പോൾ അവസാന മിനിറ്റുകളിലും ആ പേര് മാറിമറിയാനുള്ള സാഹചര്യം അത് തന്നെയാണോ? ഇപ്പോഴും ഒരു തീരുമാനം എടുക്കാൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല നേതൃത്വത്തിന് എന്ന് വേണോ മനസ്സിലാക്കാൻ? ഇപ്പോഴും ഈ അവകാശവാദങ്ങളിൽ തട്ടി ആ പേരുകളിലുള്ള കൺഫ്യൂഷൻ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണോ? അസിത, ഒരു തീരുമാനത്തിലെത്താതെയാണോ ഈ ചർച്ചകൾ അവസാനിപ്പിച്ച് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ദിരാഭവനിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയില്ല. അതല്ല, ഏകദേശ ധാരണയായ ശേഷമാണോ അദ്ദേഹം ഇവിടെ നിന്ന് പോയത് എന്നും മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലെല്ലാം ശരിയാകും. എനിക്ക് ടെൻഷനില്ല, നിങ്ങൾക്കാണ് ടെൻഷൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മറ്റൊന്നും വിട്ടുപറയാൻ വി ഡി സതീശൻ തയ്യാറായതുമില്ല. ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് പട്ടികയുടെ കാര്യത്തിൽ അന്തിമ രൂപമായോ എന്നതാണ്. അതിന് ആയെന്നോ ഇല്ലെന്നോ വ്യക്തമായ ഒരു മറുപടി അദ്ദേഹം നൽകിയിട്ടില്ല. ഏതായാലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് നൽകിയെങ്കിലും അതല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം. അദ്ദേഹം പറയുന്ന 2 പേർക്ക് കൂടി ഇതിൽ ബർത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ നേരത്തെ അൻവർ സാദത്തിന്റെയും IC ബാലകൃഷ്ണന്റെ ഒക്കെ പേരുകൾ ഉയർന്നു വന്നതാണ്. ഇന്നലെ നമ്മൾ ഏതാണ്ട് നിശ്ചയിച്ചുറപ്പിച്ചു എന്ന് പറഞ്ഞ പട്ടികയിലെ അതിലെ സാധ്യതാ പട്ടികയിൽ നിന്നും ഏതാനും പേർ പുറത്തേക്ക് പോകുന്നു എന്നൊക്കെയുള്ള സൂചനകൾ വരുന്നുണ്ട്. അതിൽ ഒരാൾ ചാണ്ടി ഉമ്മനാണ്. ചാണ്ടി ഉമ്മന് യുവജനക്ഷേമം വകുപ്പ് നൽകും എന്നതായിരുന്നു ഇന്നലെ അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഒരു യുവജന പ്രാതിനിധ്യം ഈ മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന ആഗ്രഹം രാഹുൽ ഗാന്ധിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചാണ്ടി ഉമ്മനെ മാറ്റിക്കൊണ്ടായിരിക്കുമോ അത് പകരം മറ്റാരെങ്കിലും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല. T സിദ്ദിഖിന് പ്രാതിനിധ്യം വേണം എന്ന ആവശ്യം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിൽ എന്ത് വിട്ടുവീഴ്ചകൾക്കാണ് തയ്യാറാവുക, ഏത് ഫോർമുല അനുസരിച്ചായിരിക്കും ഇതിൽ അന്തിമ പട്ടിക തയ്യാറാക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. ഏതായാലും പ്രവർത്തകർ വളരെ ആകാംക്ഷയോടുകൂടി ഇവിടെ നടക്കുന്ന ചർച്ചകൾ, ഇന്ദിരാഭവനകത്ത് അടച്ചിട്ട മുറിയിൽ ചർച്ചകൾ നടക്കുമ്പോൾ പ്രവർത്തകർ പുറത്ത് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് ഗവർണർക്ക് ഈ അന്തിമ പട്ടിക നൽകാനുള്ളതാണ്. അതുകൊണ്ട് എത്ര
എത്രയും പെട്ടെന്ന് ഒരു സമവായത്തിലെത്തി ഈ പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്കായിരിക്കും ഇനി കടക്കുക. അതിൽ ഇനി ആരെയെങ്കിലും അനുനയിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതിലേക്ക് പോകാനുള്ള സാധ്യതകളുമുണ്ട്. മാത്രമല്ല ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുമായി വീണ്ടും ഒരിക്കൽ കൂടി ചർച്ച നടത്താനുള്ള സാധ്യതയും തെളിയുന്നുണ്ട്. 5 മന്ത്രിമാർ എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ടോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. പിന്നെ നേരത്തെ അസിത പറഞ്ഞതുപോലെ തന്നെ ജോസഫ് വിഭാഗം അനുനയത്തിന്റെ പാതയിലേക്ക് എത്തിയിട്ടില്ല. 2 മന്ത്രിമാർ വേണമെന്ന ആവശ്യത്തിൽ അവർ കടുകിട മാറാൻ തയ്യാറല്ല. 9 സീറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2 സീറ്റുകൾ, 10 സീറ്റ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2 സീറ്റുകൾ ഞങ്ങൾ വിട്ടു നൽകിയിട്ടുണ്ട്. ആ സീറ്റുകളുടെ കൂടി അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് 2 മന്ത്രിമാർ എന്ന ആവശ്യത്തിൽ നിൽക്കുന്നത്. ഒരു മന്ത്രിയും ചീഫ് വിപ്പും എന്ന അനുനയത്തിന്റെ ഒരു നിർദ്ദേശമായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വെച്ചതെങ്കിൽ അങ്ങനെയല്ല, ഞങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനം വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ 24നോട് സംസാരിക്കുമ്പോൾ മോൻസ് ജോസഫ് ഇക്കാര്യം വളരെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഘടകകക്ഷികളെ പൂർണ്ണമായി അനുനയത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നു പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം അസിത ഇന്ദിരാഭവന് മുന്നിൽ നിൽക്കുമ്പോൾ ഇപ്പോഴും ആയിട്ടില്ല. 21 അംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 അംഗങ്ങളായിരിക്കും കോൺഗ്രസിന് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ പട്ടിക പൂർത്തിയായോ എന്ന് ചോദിച്ചാൽ അതിനും വ്യക്തമായ ഉത്തരമില്ല. ആരൊക്കെയാണ് ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നത്? ഇന്നലെ വന്ന ഏതാണ്ട് സാധ്യതാ പട്ടികയിൽ നിന്ന് ഇനി ആരൊക്കെയാണ് അതിലേക്ക് കടക്കാൻ പോകുന്നത് എന്നറിയില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതിർന്ന അംഗം എന്ന നിലയിൽ അദ്ദേഹം മന്ത്രിസഭയുടെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട്. ചാണ്ടി ഉമ്മൻ ഒരുപക്ഷെ പുറത്തു പോയേക്കും എന്ന് പറയുന്നു. പക്ഷെ ആ കാര്യത്തിലും തീരുമാനമായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോഴും എന്തായാലും അവ്യക്തതകളും ആശയക്കുഴപ്പങ്ങളും നിലനിൽക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് ഗോപിയിലേക്ക് മടങ്ങിയെത്താം. അല്പം മുമ്പ് ഇന്ദിരാഭവനിൽ ആ ചർച്ച പൂർത്തിയായിട്ടുണ്ട്. അത് തീരുമാനമായ ശേഷമാണോ വി.ഡി. സതീശൻ നിയുക്ത മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടെ നിന്ന് പോയത് എന്നത് അറിയില്ല. പക്ഷേ കോൺഗ്രസിനുള്ളിൽ തീരുമാനമായിട്ടുണ്ട് എന്നുള്ള സംശയം നിലനിൽക്കുമ്പോൾ പോലും ഘടകകക്ഷികൾ ഇപ്പോഴും പലരും വഴങ്ങിയിട്ടില്ല അനുനയത്തിന് എന്നുള്ളതുമുണ്ട്. അവസാന മണിക്കൂറുകളാണ് ഗവർണർക്ക് ഈ പട്ടിക കൈമാറാനുള്ളതിന്റെ അവസാന മണിക്കൂറുകൾ. ആ മണിക്കൂറിലും തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.